ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന വെനിസ്വല എന്ന് പറയുന്ന രാജ്യത്തിലെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന ഡിഫറെൻറ്റ് ഡിനോമിനേഷനിൽ വരുന്ന കുറച്ച് കറൻസീസാണ്. അത്യാവശ്യം മാർക്കറ്റിൽ നമുക്ക് കുറഞ്ഞൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു കറൻസി തന്നെയാണ്. അതുപോലെ തന്നെ തീമെറ്റിക്കായിട്ട് കളക്ഷൻ ചെയ്യുന്ന ഒരുപാട് പേർക്ക് ഈ ഒരു കറൻസിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒരു തീമെറ്റിക്കായിട്ട് കളക്ഷൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. അപ്പോൾ നല്ലൊരു ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന കറൻസിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ആ ഒരു കറൻസീസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാവുന്ന വെനിസ്വല എന്ന് പറയുന്ന രാജ്യത്തിലെ കറൻസീസ്. ഡിഫറെൻറ്റ് ഡിനോമിനേഷനിൽ വരുന്ന കറൻസീസാണ്. നമുക്ക് നോക്കാം. ഈ ഒരു കറൻസി എന്ന് പറയുന്നത് 2 എന്ന് പറയുന്ന ഡിനോമിനേഷൻ വരുന്ന കറൻസിയാണ്. ഞാൻ നേരത്തെ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല ഡിഫറെൻറ്റ് ടൈപ്പിൽ ഡിനോമിനേഷൻ വരുന്ന കറൻസീസൊക്കെ എൻ്റെ കളക്ഷനിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു 2 എന്ന് പറയുന്ന ഡിഫറെൻറ്റ് ഡിനോമിനേഷനിൽ വരുന്ന കറൻസിയാണ്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന 2 എന്നുള്ള അക്കം ഡിഫറെൻറ്റ് ഡിനോമിനേഷൻ വരുന്ന കറൻസിയാണ്. പക്ഷേ ഈ ഒരു 2 കറൻസികളും ഡിനോമിനേഷനിൽ വ്യത്യാസം വന്നില്ലെങ്കിലും പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കറൻസിയിൽ വരുന്ന പേഴ്സണാലിറ്റി ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസിയിൽ വരുന്ന പേഴ്സണാലിറ്റിയിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കറൻസിയുടെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള തീം ബേസാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. ഈ ഒരു കറൻസിയിൽ വന്നിരിക്കുന്ന ഡോൾഫിൻ്റെ പിക്ചറാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസിയിൽ വന്നിരിക്കുന്ന പാരറ്റിൻ്റെ ഒരു പിക്ചറാണ്. അങ്ങനെ 2 കറൻസീസും 2 എന്നുള്ള ഡിനോമിനേഷനാണ് വരുന്നതെങ്കിൽ പോലും ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി വരുന്ന കളക്ഷൻ തന്നെ പേഴ്സണാലിറ്റി വരുന്ന കറൻസീസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറൻസി നമുക്ക് തീം ബേറ്റിക്കായിട്ട് നല്ല രീതിയിൽ കളക്ഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വെനിസ്വലയിലെ ഈ ഒരു കറൻസിക്കൊക്കെ മാർക്കറ്റിൽ നല്ലൊരു കുറഞ്ഞ രീതിയിൽ നമുക്ക് കളക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു കറൻസിയാണ്. പക്ഷേ ഇന്ത്യൻ മണിയിൽ ഈ ഒരു കറൻസിയൊക്കെ കൺവേർട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തീർച്ചയായും വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ട് മാത്രമാണ് ഈ ഒരു കറൻസിക്കൊക്കെ വരുന്നത്. ബൊളിവേസ് എന്നാണ് ഈ ഒരു കറൻസി, അതായത് വെനിസ്വലയിലെ കറൻസി അറിയപ്പെടുന്നത്. അടുത്ത് നമ്മൾ പരിചയപ്പെടുന്ന വെനിസ്വലയിൽ തന്നെ 5 ഡിനോമിനേഷൻ വരുന്ന കറൻസിയാണ്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. 5 എന്നുള്ള ഒരു കറൻസി ഡിനോമിനേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ വെനിസ്വലയിലെ കറൻസി തന്നെയാണ്. ഇതിലും പേഴ്സണാലിറ്റിയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഈ കറൻസിയുടെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ പുറകുവശം വരുന്നതിലും ഡിഫറെൻ്റ് ആയിട്ട് ഒരു തവളയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് പരിചയപ്പെടാം 5 എന്നുള്ള ഡിനോമിനേഷൻ വരുന്ന സെയിം ഡിനോമിനേഷൻ വരുന്ന കറൻസി ആണെങ്കിൽ പോലും ഇതിൽ വരുന്ന തീം അതായത് പേഴ്സണാലിറ്റിയിൽ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണാലിറ്റിക്ക് ഓരോരോ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. കറൻസിയുടെ പുറകുവശം നോക്കിയാൽ മനസ്സിലാവും. നമുക്കൊരു എനിക്കൊന്നും ഇതിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ, ഞാനത് വിട്ടു. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റിയിലൊക്കെ വരുന്ന കറൻസീസാണ്. അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള പിക്ചേഴ്സൊക്കെ വരുന്ന കറൻസിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കറൻസിക്കൊക്കെ നല്ലൊരു കളക്ഷൻ പർപ്പസായിട്ട് നല്ല തീമെറ്റിക്കായിട്ട് നമുക്ക് കളക്ഷൻ ചെയ്ത് വയ്ക്കാൻ പറ്റും. അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് 1000 ബൊളിവേസ് എന്നറിയപ്പെടുന്ന വെനിസ്വലയിലെ കറൻസിയാണ്. ഈ ഒരു കറൻസി 1000 ബൊളിവേസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഈ ഒരു കറൻസിക്ക് മാർക്കറ്റിൽ നല്ലൊരു വിലയുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഒരിക്കലുമല്ല, വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ്. ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്തിട്ടുമ്പോൾ നമുക്ക് വളരെ തുച്ഛമായിട്ടുള്ളൊരു എമൗണ്ടാണ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു കറൻസിയുടെ പുറകുവശം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഒരു തീമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്ക് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. എനിക്ക് അറിയായിരുന്നു, പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വെനിസ്വലയിലെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വരുന്ന പേഴ്സണാലിറ്റിയിലും വരുന്നത് അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരുന്ന കുറച്ച് കറൻസീസാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഇതുപോലുള്ള ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് വെനിസ്വലയിലെ കറൻസീസൊക്കെ നിങ്ങൾ കളക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് കളക്ഷൻ ചെയ്യുന്നവർ, അതായത് തീമെറ്റിക്കായിട്ട് കളക്ഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വെനിസ്വല എന്ന് പറയുന്ന രാജ്യത്തിലെ കറൻസീസ് ഫസ്റ്റ് ഒന്ന് തുടങ്ങി നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് കറൻസിയൊക്കെ നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു കറൻസിക്കൊക്കെ മാർക്കറ്റിൽ നമുക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ഏകദേശം 35 രൂപ 70 രൂപ മാർക്കറ്റ് റേഞ്ചിലൊക്കെ നമുക്ക് കറൻസിയൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് തീമെറ്റിക്കായിട്ട് കളക്ഷൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും വെനിസ്വല എന്ന് പറയുന്ന രാജ്യത്തിലെ ഡിഫറെൻറ്റ് ഡിനോമിനേഷനിൽ വരുന്ന കറൻസീസൊക്കെ ഒന്ന് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ വെനിസ്വല എന്ന് പറയുന്ന രാജ്യത്തിൽ ഇതുപോലുള്ള കറൻസീസൊക്കെ നിങ്ങളുടെ കളക്ഷനിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.